കണ്ടക്ടറെ യാത്രക്കാരൻ കടിച്ച് പരിക്കേൽപ്പിച്ചു. കണ്ടക്ടർ മുഖത്തല സ്വദേശി വിനുവാണ് ആക്രമണത്തിന് ഇരയായത്. KSRTC ബസിന്റെ ഫുട്ബോർഡിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതിൽ പ്രകോപിതനായാണ് കണ്ടക്ടറെ കടിച്ചത്. സംഭവത്തിൽ ഇരവിപുരം സ്വദേശി അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. KSRTC ബസിന്റെ ഫുട്ബോർഡിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതിൽ പ്രകോപിതനായാണ് യാത്രക്കാരൻ കണ്ടക്ടറെ കടിച്ച് പരിക്കേൽപ്പിച്ചത്. കൊല്ലം ഡിപ്പോയിലെ കണ്ടക്ടർ മുഖത്തല സ്വദേശിയായ വിനുവിനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ ഇരവിപുരം പവിത്ര നഗർ ഇടക്കുന്നേൽ ലക്ഷം വീട്ടിൽ അരുണിനെ കുണ്ടറ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ രാത്രി 11 മണിയോടെ കൊല്ലം മധുര ഫാസ്റ്റ് പാസഞ്ചറിലായിരുന്നു സംഭവം. കൊല്ലം ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് പ്രതി ബസ്സിൽ കയറിയത്. മറ്റ് യാത്രക്കാർക്ക് കയറാനും ഇറങ്ങാനും തടസ്സമായി ഫുട്ബോർഡിൽ നിന്നാണ് ആദ്യം മുതൽ തന്നെ അരുൺ യാത്ര ചെയ്തത്. കണ്ടക്ടർ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ബസ്സിലെ തിരക്ക് ചൂണ്ടിക്കാട്ടിയാണ് ഇയാൾ ഫുട്ബോർഡിൽ നിന്ന് യാത്ര ചെയ്തത്. എന്നാൽ കേരളപുരത്തെത്തിയപ്പോൾ ബസ്സിലെ തിരക്ക് കുറഞ്ഞെങ്കിലും അകത്തു കയറിയിരിക്കാൻ ഇയാൾ കൂട്ടാക്കിയില്ല. കണ്ടക്ടർ വീണ്ടും ഫുട്ബോർഡിൽ നിന്ന് കയറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. ഇതോടെ പ്രകോപിതനായ പ്രതി കണ്ടക്ടറുടെ മുഖത്ത് കടിക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു. യാത്രക്കാർ ഇടപെട്ടാണ് കണ്ടക്ടറെ രക്ഷിച്ചത്. ഞാൻ രാത്രി 10:45 കൊല്ലത്തു നിന്നും മധുരയിലേക്ക് സർവീസ് വരുന്ന വഴിക്ക് ഈ ഫുട്ബോർഡിൽ ഒരാൾ യാത്രക്കാർ കയറാനും ഇറങ്ങാനും തടസ്സമായ രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു, പെട്ടെന്ന് മേലോട്ട് കയറി വേണ്ടി സ്ഥലമുണ്ടല്ലോ, ബസ്സിന് അകത്തോട്ട് കയറി നിൽക്കാൻ പറഞ്ഞപ്പോൾ നീ ആരാടാ ചോദിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ചില അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്നെ കഴുത്തിന് പിടിച്ച് തള്ളുകയും എന്നിട്ട് കുത്തിന് പിടിച്ച് നിർത്തിയിട്ട് മുഖത്ത് മർദ്ദിക്കുകയും അതുകൂടാതെ എന്നെ പിരികത്തിന് തൊട്ട് മുകളിൽ ഒരു 1 മിനിറ്റോളം നേരം കടിച്ച് പിടിച്ച് നിൽക്കുകയും ചെയ്തു. എൻ്റെ പിരികത്തിൽ നിന്ന് ധാരാളം ചോര വളർന്നൊഴുകുന്നു. നമ്മൾ നേരെ വണ്ടി കുണ്ടറ സ്റ്റേഷനിൽ കയറ്റുകയും പ്രതിയെ സ്റ്റേഷൻ കൈമാറുകയും ചെയ്തപ്പോൾ ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി അഡ്മിറ്റ് ആവുകയാണ് ചെയ്തത്. ബസ് കുണ്ടറ സ്റ്റേഷനിലേക്ക് വിടുകയും പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. നെറ്റിയിൽ മുറിവേറ്റ വിനു കുണ്ടറ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടി. സംഭവത്തെ തുടർന്ന് ബസിന്റെ യാത്ര തുടരാൻ വൈകി. പകരം കണ്ടക്ടർ വന്ന ശേഷമാണ് ബസ് സർവീസ് തുടർന്നത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.